ഏവർക്കും ഗുരുനാമത്തിലുള്ള വിനീതമായ പ്രണാമം. പ്രപഞ്ചത്തിലെ വസ്തുക്കളെ എല്ലാറ്റിനെയും രണ്ടായിട്ട് തരംതിരിക്കാം. ഞാനും എൻ്റേതും. ഞാൻ ഈ ലോകത്തെ അറിയണമെങ്കിൽ ഒന്നാമത് ഞാൻ വേണം, പിന്നെ എനിക്കൊരു ലോകം, എൻ്റെ ലോകം. ഞാൻ ഈ വസ്തുവിനെ അറിയുന്നു, ഞാൻ പേനയെ അറിയുന്നു. ഞാൻ പേനയെ അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാനും എൻ്റേതും. ഞാൻ ഈ ലോകത്തെ അറിയുന്നു, ഞാനിവിടെ പോകുന്നു, ഞാൻ ഇന്നത് ചെയ്യുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് വസ്തുക്കളേ ഉള്ളൂ. ഒന്ന് ഞാൻ, ഒന്ന് എൻ്റേത്. അപ്പം ഞാനല്ലാതെ വേറൊരാൾ ലോകം അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. വേറൊരാൾ ഈ ലോകത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അനുഭവം എന്താണ്? ഒന്ന് ഞാനും എൻ്റെ ലോകവും. അപ്പോൾ അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും, ഇതിനോടൊരു ഇതന്ത വാമയായുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ആദ്യമായിട്ട് ഞാനെന്നുള്ള ഒരു തോന്നലുണ്ടായി വരുന്നു, പിന്നെ ഇതന്ത. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ഈ ലോകത്തിൽ നിലവിലുമില്ല, ഇനി നിദ്രയെങ്കിലും മേൽ ഇനനഗരത്തിലുമില്ല എന്ന് ഗുരു പറയുന്നു. ജാഗ്രതയിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ വേറൊരു ലോകത്തിലോ ഞാനും എൻ്റേതുമല്ലാതെ മറ്റൊരു വസ്തുവില്ല. അപ്പം ഞാൻ എൻ്റേത് എന്നുള്ള ഈ രണ്ട് വിഭാഗമായിട്ട് നമുക്ക് വസ്തുക്കളെ ഒന്ന് തിരിച്ച് നോക്കാം. ഞാൻ ഈ വസ്തുവിനെ കാണുന്നു, ഞാൻ പേന കാണുന്നു. അപ്പം ഞാൻ പേന, അതായത് പേന എന്ന് പറയുമ്പോൾ ലോകത്തിൽ എന്തെന്തൊക്കെ ദൃശ്യമായിട്ട് വരുന്നു അതെല്ലാം ഈ പേന എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ ഒതുക്കുകയാണ്. അപ്പം ദൃക്ക് ദൃശ്യം, ദൃഗ്ദൃശ്യ വിവേകം എന്ന ഒരു പ്രോസസ്സ് വേദാന്തത്തിലുണ്ട്, വേദാന്ത ശാസ്ത്രത്തിൽ. ദൃക്ക് ദൃശ്യം, ദൃക്ക് കാഴ്ചക്കാരൻ, ദൃശ്യം കാഴ്ച വസ്തു. ഞാൻ പേനയെ കാണുന്നു, കാണുമ്പോൾ പേന ദൃശ്യവും എൻ്റെ കണ്ണ് ദൃക്കുമാണ്. ഞാൻ കണ്ണുകൊണ്ടാണ് പേനയെ കണ്ടത്. അപ്പോൾ ഈ കണ്ണും പേനയും എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ പേന ദൃശ്യം, അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനോടും ഉൾപ്പെടുത്തി പേന ദൃശ്യവും അതിനെ കാണുന്ന കണ്ണ് ദൃക്കുമാണ്. ഇനി നമ്മൾ പേനയെ കണ്ണിൻ്റെ മുൻപിൽ കൊണ്ടുവന്നാലും കാണണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ മനസ്സ് ഇവിടെ ഇല്ലെങ്കിൽ പേന കണ്ണിൻ്റെ മുമ്പിൽ കൂടി ഒന്ന് ചലിപ്പിച്ചാലും നമ്മൾ കാണത്തില്ല. അപ്പോൾ ഈ പേനയും കണ്ണുമായിട്ട് വന്നപ്പോൾ പേന ദൃശ്യം, കണ്ണ് ദൃക്ക്. ഇനിയും കണ്ണും മനസ്സും കൂടെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മനസ്സ് ദൃക്കും കണ്ണ് അവിടെ ദൃശ്യവുമാണ്. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന വസ്തു, ദൃക്കെന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരൻ. അപ്പൊ ഇവിടെ കാണുന്നയാള് മനസ്സിന്റെയും കണ്ണിന്റെയും കൂടെ രീതിയിൽ വന്നപ്പോൾ കാണുന്നയാള് മനസ്സും കാഴ്ച വസ്തു കണ്ണുമായിട്ട് മാറി. അപ്പൊ കണ്ണ് ദൃശ്യവും മനസ്സവിടെ ദൃക്കുമായി. ഇനി നമ്മളുടെ മുമ്പിൽ കൂടി പേന കൊണ്ടുവന്നു കാണിച്ചു തന്നു, അത് കണ്ണിൽ കൂടി കയറി അത് മനസ്സിലെത്തി. മനസ്സിലെത്തുമ്പോൾ ഇത് പേനയാണ് എന്ന് തിരിച്ചറിയുന്നത് ബുദ്ധിയാണ്. അപ്പം ഇതെൻ്റെ പേനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പം ഈ ബുദ്ധിയുടെ തലത്തിൽ വരുമ്പോൾ ബുദ്ധി ദൃക്കും, മനസ്സ്, കണ്ണ്, പേന ഇതൊക്കെ ദൃശ്യമായിട്ട് മാറുന്നു. അപ്പം ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് പേനയാണെന്നോ ആ പേന എൻ്റെയാണെന്നോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പം ദൃക്കായിട്ട് അവിടെ മനസ്സിൻ്റെ മുമ്പിൽ അല്ലെ പിന്നിലെ കണ്ണ്, ബുദ്ധി ദൃക്കായിട്ട് വരുന്നു, മനസ്സ് ദൃശ്യമാവുന്നു. ബുദ്ധിയുടെ മുമ്പിൽ മനസ്സും കണ്ണും പേനയും ദൃശ്യവും, ബുദ്ധി ദൃക്കുമാവുന്നു, കാഴ്ചക്കാരനുമാവുന്നു. ഇനി ഒരു വ്യക്തിയിൽ ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, അതായത് കണ്ണുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ജീവനില്ല എന്ന് കരുതുക. കണ്ണ് തുറന്ന് ഇരിക്കുന്നു, ജീവൻ പോയി. കണ്ണ് തുറന്നിരിക്കുന്നു, നമ്മൾ ആ കണ്ണിൻ്റെ മുമ്പിലെ പേനയെ കൊണ്ട് കാണിക്കുകയാണ്. അവിടെ മനസ്സും കാണാം, ബുദ്ധിയും കാണാം. പക്ഷേ നമ്മൾ ആ പേനയെ കാണില്ല. നമ്മുടെ മനസ്സവിടെ പ്രവർത്തിക്കുന്നില്ല, ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. കാരണം സർവദൃക്കായിട്ടുള്ള ആത്മാവ് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം പേന കണ്ടപ്പോൾ പേന ദൃശ്യം, കണ്ണ് ദൃക്ക്,
മനസ്സിന്റെ തലത്തിലേക്ക് വന്നപ്പോൾ മനസ്സ്, ദൃക്ക്, കണ്ണ്, ദൃശ്യം. ബുദ്ധിയുടെ തലത്തിലേക്ക് വന്നപ്പോൾ ബുദ്ധി, ദൃക്ക്, മനസ്സും കണ്ണും പേനയും ദൃശ്യം. ആത്മാവിന്റെ തലത്തിലേക്ക് വന്നപ്പോൾ ആത്മാവ്, ദൃക്ക്, ആത്മാവിന്റെ മുമ്പില് ബുദ്ധിയും മനസ്സും കണ്ണും പേനയും ദൃശ്യം. ഇനി അപ്പുറത്തേക്ക് പോകാനൊന്നുമില്ല. അപ്പൊ സർവദൃക്കായിട്ട് നിൽക്കുന്നത്, എല്ലാറ്റിനും ദൃക്കായിട്ട് നിൽക്കുന്നത് ഈ ആത്മാവാണ്. എല്ലാ വസ്തുക്കളെയും കാണാൻ സഹായിക്കുന്നത്, കേൾക്കാൻ സഹായിക്കുന്നത് ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളായിട്ടുള്ളവ ഏത് വസ്തുവിനാൽ പ്രകാശിക്കുന്നുവോ. കഠോപനിഷത്തിൽ പറയും ഏന ശബ്ദ രസംഗന്ധം എന്ന് പറയും. ഏതദ്വൈതത, ഏതൊന്നിനാലാണോ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഘ്രാണവും നേത്രവും മൈഥുനവും ഒക്കെ കാണപ്പെടുന്നത്, അറിയപ്പെടുന്നത്, അതാണ് ആത്മാവ്. ഏതദ്വൈതത്, അതാണ് ആത്മാവായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ സർവദൃക്കായിട്ടുള്ള ആത്മാവിനെ ഇവിടെ ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരിക. അപ്പൊ ഞാനെന്ന് പറയുന്നത്, ഞാന് ഇവിടെ നിൽക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. അറിവിലിരുന്ന് നമുക്കൊരാഹന്ത ആദ്യം ഉണ്ടായി വരും. ഞാനിവിടെ ഇരിക്കുന്നു. ഉണർന്നെണീറ്റ് വരുന്നയാളുടെ അനുഭവം, ഞാനിതാ ഇവിടെ ഇരിക്കുന്നു, എനിക്കിന്ന് ജോലിക്ക് പോകണം എന്നെല്ലാം ഓരോരോ തോന്നലുണ്ടായി വരുന്നു, ഇതെന്ത് ഉണ്ടായി വരുന്നു. അപ്പൊ അതെല്ലാം ഉണ്ടായി വരുന്നത് അഹം എന്ന സർവദൃക്കായിട്ടുള്ള എന്നിലാണ്. അപ്പൊ എല്ലാറ്റിൻ്റെയും കാരണമായിട്ട്, പരമകാരണം എന്ന് അതിന് പറയാറുണ്ട്, അൾട്ടിമേറ്റ് കോസ്, ഏറ്റവും അങ്ങേയറ്റത്തെ കാരണം. അതിനപ്പുറത്തേക്ക് ഒരു കാരണമില്ല. ആത്മാവിനപ്പുറത്തേക്ക് എങ്ങനെയാ പോകുന്നത്? വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ചിന്തിച്ചു നോക്ക്, വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ മനസ്സ്, ബുദ്ധി തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ അതൊക്കെ ജഡവസ്തുവാണ്, സ്വതവേ ജഡമാണ്. മറ്റൊന്നിന്റെ സാന്നിധ്യം കൊണ്ട്, ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അവയൊക്കെ. ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ആത്മാവില്ലെങ്കിൽ ഇവയൊന്നും തന്നെ പ്രവർത്തിക്കാതെ വരും, ഇല്ലാതെ വരും. അപ്പൊ ആത്മാവാണ് സർവദൃക്ക്. അപ്പൊ അതാണ് ഞാൻ. അപ്പൊ ഞാന് എന്ന് പറയുന്ന വസ്തു സർവദൃക്കായിട്ട് നിൽക്കുകയാണ്. ഇത് ഗുരു വളരെ എത്ര ലളിതമായിട്ട് ഒരു മലയാള ശ്ലോകത്തില് നിത്യപ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് എഴുതി തന്നു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഇതാ ഓരോന്നിനെയും ഞാൻ എണ്ണുകയാണ്. ഞാൻ എന്താണ്? ഞാൻ മനസ്സാണോ? ഞാൻ ബുദ്ധിയാണോ? ഞാൻ അഹങ്കാരമാണോ? ചിത്തമാണോ? ഒന്നുമല്ലല്ലോ. ഒന്ന് വിചിന്തനം ചെയ്താൽ, അല്പം ബുദ്ധി പ്രയോഗിച്ചാൽ നമുക്കിത് കാണാൻ. എന്താണ്? ഞാൻ ശരീരമാണോ? ഞാൻ മനസ്സാണോ? ഞാൻ ബുദ്ധിയാണോ? ഞാൻ അഹങ്കാരമാണോ? ചിത്തമാണോ? ഒന്നുമല്ല. എന്താന്ന് ചോദിച്ചാൽ ഇതൊക്കെ സ്വതവേ ജഡമാണ്. അപ്പൊ ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നൊന്നായി എണ്ണുകയാണ്. നമ്മൾ മനസ്സുകൊണ്ട് എല്ലാറ്റിനെയും എണ്ണി മാറ്റുകയാണ്. ഞാൻ ഇതൊക്കെയാണോ? അല്ല. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ ദൃക്കുപോലെ ഉള്ളം നിൽക്കും. ഉള്ള മനസ്സ് ദൃക്കുപോലെ നിൽക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം ദൃശ്യമായിട്ട് പോലും, ഇതും ദൃക്ക് പോലെ നിൽക്കുന്നുള്ളൂ. ദൃക്കല്ല, അതും കൂടി നിന്നിൽ അസ്പന്ദമാവണം, സർവദൃക്കായിട്ടുള്ള ആത്മാവിൽ ചെന്നു ചേരണം എന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഞാനെന്ന് പറയുന്നത് ആത്മാവാണ്, സംശയം വേണ്ട. ആത്മാവില്ലാത്ത ഒരവസ്ഥയിൽ ഞാനെന്നുള്ള അനുഭവം നമുക്കില്ല. ജഡശരീരത്തിന്, ശവശരീരത്തിന് ഞാനിവിടെ കിടക്കുന്നു, എന്നെ ഇങ്ങനെ കിടത്താതെ എന്നൊന്നും അയാൾ പറയത്തില്ല. എനിക്ക് വേദന എടുക്കുന്നുണ്ടോ? ഇല്ല. വേദനയുമില്ല, സുഖവുമില്ല, ദുഃഖവുമില്ല, ഒന്നുമില്ല, വെറും ജഡമാണ്. അപ്പൊ അതിനെ എല്ലാമാക്കി മാറ്റുന്നത് എന്താണ്? ആത്മാവാണ്, ഞാനാണ്. അപ്പൊ ഞാനുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. ഈ ശരീരം ഞാനല്ല, എന്റേതാണ്. ഈ മനസ്സ് ഞാനല്ല, എന്റേതാണ്. അപ്പൊ ദൃശ്യമാണതെല്ലാം. ദൃശ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ജഡം ആണ് ദൃശ്യങ്ങൾ. ദൃശ്യത്വാദി ജഡം, കാണപ്പെടുന്നത് കൊണ്ട് അവയൊക്കെ ജഡമാണ്. പക്ഷെ ജഡം എന്ന് പറഞ്ഞാൽ തനിയെ നിലനിൽക്കാനുള്ള കഴിവില്ലാത്തതും മറ്റൊന്നിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്നതുമായ വസ്തുവിനെയാണ് ജഡം എന്ന് പറയുന്നത്. അപ്പൊ ജഡം പ്രവർത്തിക്കണമെങ്കിൽ ചിത്ത് വേണം. അപ്പൊ ചിത്താണോ ജഡമാണോ പ്രധാനം? ചിത്ത് തന്നെയാണ് പ്രധാനം. ചിത്തുണ്ടെങ്കിൽ ജഡമുണ്ട്. ചിത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഇത് വെറും ജഡമായിട്ട് മാറും. അപ്പൊ നമ്മുടെ ശരീരം, നശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം പ്രവർത്തന സജ്ജമായിട്ട് നിൽക്കുന്നത് ഇതിന്റെ ഉള്ളിലെ അരുമയായിട്ടുള്ള എൻ്റെ ആത്മാംശം ഇരിക്കുന്നത് കൊണ്ടാണ്, ഞാനുള്ളത് കൊണ്ടാണ്.
എപ്പോഴാണോ ഞാനെന്ന് പറയുന്ന സർവ്വദൃക്കായിട്ടുള്ള ആത്മാവ് വിട്ടുപോകുന്നത്, അപ്പോൾ തീർന്നു ഇതിൻ്റെ പണി, പൂട്ടി പണി. അപ്പോൾ ഈ സർവ്വദൃക്കായിട്ടുള്ള ആത്മാവിനെ കാണിച്ചു തരുന്ന ദൗത്യമാണ് ഗുരു ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതാ ഗുരു കാണിച്ചു തരികയാണ് ഞാൻ ആരാണ്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി. ഈ 2 ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യത്തിലെ എല്ലാം അടക്കി വച്ചിരിക്കുന്നു. ഞാൻ ആരെന്നുള്ള ചോദ്യത്തിന് ഇതാ ഗുരു വ്യക്തമായിട്ട് 2ാമത്തെ ശ്ലോകത്തിൽ കൂടി ഉത്തരം പറയുകയാണ്. ലോകത്തോട് ഈ വലിയ കാരുണ്യം കാണിച്ച ഗുരുവിനെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കാമല്ലയോ ഗുരു, അവിടുന്ന് എനിക്ക് ഈ സത്യത്തെ വെളിപ്പെടുത്തി തരണമേ. നന്ദി.